സ്വർഗം ഭൂമിയെ സന്ദർശിക്കുന്ന ഒരു രാത്രിയിലാണ് നമ്മൾ. അനേക കുടുംബങ്ങളിൽ പരിശുദ്ധ തമ്പുരാൻ്റെ വലിയ സാന്നിധ്യം നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രാത്രിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ സമയത്ത് നമുക്ക് കഴിഞ്ഞ നാളുകളിൽ, കഴിഞ്ഞ നൈറ്റ് വിജിലുകളിൽ ദൈവം അനേക ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ ധാരാളം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞിട്ടുണ്ട്. അതിൽ കുറഞ്ഞ സാക്ഷ്യങ്ങളുമായിട്ട് അനുഗ്രഹ സാക്ഷ്യത്തിൻ്റെ സമയമാണിപ്പോൾ നമ്മുടെ മുമ്പിൽ വന്നെത്തിയിരിക്കുന്നത്. ഈ സെക്ഷൻ നയിക്കുന്നത് ശാലോം പ്രെയർ മിനിസ്ട്രിയിലെ ശുശ്രൂഷകയായ ഗ്ലാഡിസ് ജോസാണ്. ഗ്ലാഡിസ് ജോസിനോടൊപ്പം ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് കൂടുതൽ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചിറങ്ങാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ ദൈവം നമ്മെ സന്ദർശിക്കുന്ന രാത്രിയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന രാത്രിയാണ്. കർത്താവിൻ്റെ സൗഖ്യവും അവിടുത്തെ അനുഗ്രഹങ്ങളും ഏറ്റുവാങ്ങുന്ന രാത്രിയാണ്. ഈ നിമിഷങ്ങളിൽ ദൈവം അനേകരെ തൊട്ടതിൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. കഴിഞ്ഞ നാളുകളിൽ ഈ നൈറ്റ് വിജിൽ ശുശ്രൂഷയിലൂടെ ഭവനങ്ങളിലിരുന്നും മറ്റവരുടെ ജോലിസ്ഥലങ്ങളിലായിരുന്നുമൊക്കെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത അനേക ജീവിതങ്ങളെ ദൈവം അനുഗ്രഹിച്ചു. അതിൽ നിന്നും തിരഞ്ഞെടുത്ത ഏതാനും സാക്ഷ്യങ്ങളാണ് നമ്മളിവിടെ വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വലിയ വിശ്വാസത്തോടെ നമുക്ക് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാം. വലിയ പ്രത്യാശയോടെ, സന്തോഷത്തോടെ നമുക്ക് ഈ ശുശ്രൂഷയിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുകയും നന്ദി പറയുകയും ചെയ്യാം. സങ്കീർത്തകൻ പറയുന്നുണ്ട്, അങ്ങയുടെ അത്ഭുത പ്രവർത്തികളുടെ ശക്തമായ സാക്ഷ്യമായി ഞാൻ വരും. ഞാൻ അങ്ങയുടെ നന്മയെ പ്രകീർത്തിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങയുടെ അത്ഭുത പ്രവർത്തികളുടെ ശക്തമായ സാക്ഷിയായി ഞാൻ വരും. ഞാൻ അങ്ങയുടെ മാത്രം നീതിയെ പ്രകീർത്തിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇരു കരങ്ങളും ദൈവസന്നിധിയിലേക്കൊന്ന് ഉയർത്തി ഈ രാത്രിയിൽ ദൈവത്തെ നമുക്കൊന്ന് സ്തുതിക്കാം. ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ ഓർത്ത്, ദൈവം നൽകുന്ന സൗഖ്യങ്ങൾ ഓർത്ത്, ദൈവം അനേക ജീവിതങ്ങളെ അനുഗ്രഹിച്ചതോർത്ത്, എൻ്റെ ജീവിതത്തെയും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെയും അനുഗ്രഹിക്കുന്നത് ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് കരങ്ങൾ ഉയർത്തി, ഹൃദയം ഉയർത്തി ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സന്തോഷത്തോടെ നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ. കൈകളടിച്ചുകൊണ്ട് പാടാം. വലിയ സന്തോഷത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി, നന്ദി നല്ലവനേ, നന്മകളരുളും വല്ലഭനേ, നന്ദിയോടങ്ങയെ വാഴ്ത്തുന്നു, നിരതം പാടി വണങ്ങുന്നു. നന്ദി, നന്ദി നല്ലവനേ, നന്മകളരുളും വല്ലഭനേ, നന്ദിയോടങ്ങയെ വാഴ്ത്തുന്നു, നിരതം പാടി വണങ്ങുന്നു, നിരതം പാടി വണങ്ങുന്നു, നിരതം പാടി വണങ്ങുന്നു. സങ്കീർത്തനം 72:18 ഇപ്രകാരം പറയുന്നു, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ, അവിടുന്ന് മാത്രമാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ്, നമ്മുടെ ദൈവമായ കർത്താവ്
പരിശുദ്ധനായവൻ നമ്മുടെ ഇടയിൽ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ദൈവത്തെ നമുക്ക് ആരാധിക്കാം, ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, അവിടുത്തേക്ക് നമുക്ക് നന്ദി പറയാം. അവിടുന്ന് നമ്മുടെ ഇടയിൽ ഇന്നും ജീവിക്കുന്നു. അവിടുന്ന് നമുക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ വിശ്വാസത്തോടെ, ഈ ഒരു പ്രാർത്ഥനയോടെ, ഈ ഒരു മനോഭാവത്തോടെ നമുക്ക് ഈ സാക്ഷ്യങ്ങളിലേക്ക് കടക്കാം. ഇത് കേൾക്കുമ്പോൾ പ്രിയപ്പെട്ട മകനെ, മകളെ, നിന്റെ ജീവിതത്തിലും ദൈവം ഇന്ന് നിന്റെ ജീവിതത്തെ അനുഗ്രഹിക്കും, നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കും. അവിടുന്ന് വചനത്തിലൂടെ പറഞ്ഞു, വിശ്വസിക്കുമെങ്കിൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ഈ ഒരു വിശ്വാസത്തോടെ നമുക്ക് ഈ സാക്ഷ്യങ്ങൾ കേൾക്കാം. ഈ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും വലിയ വിശ്വാസം നിറയട്ടെ. അതെ, ഇവരെ അനുഗ്രഹിച്ച ദൈവം, ഇവരെ സൗഖ്യപ്പെടുത്തിയ ദൈവം എൻ്റെ ജീവിതത്തെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കും. എൻ്റെ രോഗങ്ങൾക്ക് കർത്താവിന് സൗഖ്യം നൽകും. വിശ്വാസത്തോടെ ഒരിക്കൽ കൂടി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി. വിശ്വാസത്തോടെ നമുക്ക് ഈ സാക്ഷ്യങ്ങൾ വായിച്ചു കേൾക്കാം. ആദ്യത്തെ സാക്ഷ്യം നെടുമ്പാശ്ശേരിയിൽ നിന്നും ജിജി ക്രിസ്റ്റഫർ എന്ന സഹോദരി എഴുതിയതാണ്. പ്രിയപ്പെട്ട ഷാലോം ടിവിക്ക്, നിരന്തരമായ അലർജി മൂലമുള്ള തുമ്മലും ജലദോഷവും കൊണ്ട് 2 വർഷത്തിലേറെയായി ഞാൻ കഷ്ടപ്പെട്ടിരുന്നു. എനിക്ക് ജൂലൈ മാസത്തെ നൈറ്റ് വിജിൽ പ്രോഗ്രാമിലൂടെ ലഭിച്ച അത്ഭുത രോഗശാന്തിക്കുള്ള സാക്ഷ്യത്തിനായിട്ടാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. പതിവ് പോലെ അന്നും, അതായത് നൈറ്റ് വിജിലിൻ്റെ അന്നും, അതിശക്തമായ തുമ്മലോടെയാണ് ഞാൻ ഉണർന്നത്. സാധാരണ ദിവസങ്ങളിൽ ഉച്ചയാകുമ്പോഴേക്കും ഈ തുമ്മൽ മാറാറുണ്ട്. എന്നാൽ അന്ന് വൈകിട്ടായിട്ടും തുമ്മൽ മാറിയില്ല. അപ്പോഴാണ് ഇന്ന് ആദ്യ വെള്ളിയാഴ്ചയാണ്, ഇന്ന് നൈറ്റ് വിജിലുണ്ട്, അതിലൂടെ കർത്താവ് എന്നിലൊരു അത്ഭുതം പ്രവർത്തിക്കും എന്ന തോന്നൽ എൻ്റെ മനസ്സിലുണ്ടായത്. വലിയ തീഷ്ണതയോടെ നൈറ്റ് വിജിലിൻ്റെ തുടക്കം മുതൽ ഞാൻ പങ്കെടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. പക്ഷേ വചനപ്രഘോഷണമായപ്പോഴേക്കും എനിക്ക് അല്പം പോലും ഇരിക്കാൻ പറ്റാത്ത വിധത്തിൽ തുമ്മൽ കലശലാവുകയും ഞാൻ വളരെ വിഷമിക്കുകയും ചെയ്തു. എങ്കിലും അപ്പോഴും ഞാൻ എൻ്റെ കർത്താവിനെ വിളിച്ച് അതിശക്തമായി കരഞ്ഞു പ്രാർത്ഥിച്ചു. ക്രമേണ എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വന്നു. ആരാധനയുടെ സമയത്ത് TV സ്ക്രീനിൽ തിരുവോസ്തിയിൽ തൊട്ട് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ അസുഖം പരിപൂർണമായി സുഖപ്പെട്ടു. എനിക്ക് പിന്നീട് ഈ ദിവസം വരെ ഈ ഒരു അസുഖം എന്നെ ശല്യപ്പെടുത്തിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, 2 വർഷത്തോളം മരുന്ന് കഴിച്ച് മാറാതിരുന്ന എൻ്റെ ഈ അസുഖം നൈറ്റ് വിജിലിൻ്റെ രാത്രിയിൽ കർത്താവ് മാറ്റി തന്നുവെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നൈറ്റ് വിജിലിലൂടെ എന്നെ സുഖപ്പെടുത്തിയ കർത്താവിന് സ്തുതിയും നന്ദിയും അർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ് ആരാധിക്കാം. സന്തോഷത്തോടെ, പുഞ്ചിരിയോടെ, സന്തോഷത്തോടെ പാടാം. യേശുവിൻ നാമം വിടുതലായി, യേശുവിൻ നാമം സൗഖ്യമായി, യേശുവിൻ നാമം രക്ഷയായി, യേശു എന്നെ വീണ്ടെടുത്തു. ഒരുമിച്ച് പാടാം. യേശുവിൻ നാമം വിടുതലായി, യേശുവിൻ നാമം സൗഖ്യമായി, യേശുവിൻ നാമം രക്ഷയായി, യേശു എന്നെ വീണ്ടെടുത്തു. കൈകളെ ഉയർത്തിക്കൊണ്ട് ഹല്ലേലൂയ ഞാൻ പാടിടും, സന്തോഷത്തോടെ ഒരുമിച്ച് യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും.
നിന്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ 44-ന്റെ 3-ാമത്തെ വചനമാണിത്. പ്രിയപ്പെട്ടവരെ, അത്ഭുതകരമായിട്ട് ദൈവം ഇടപെട്ട അടുത്തൊരു സാക്ഷ്യം നമ്മൾ കേൾക്കുകയാണ്. ഇത് എഴുതിയിരിക്കുന്നത് PT മാത്യു എന്ന സഹോദരൻ ഇടുക്കിയിൽ നിന്നുമാണ് എഴുതിയിരിക്കുന്നത്. എൻ്റെ പേര് PT മാത്യു എന്നാണ്. ഞാൻ 2013 ഏപ്രിൽ മാസത്തിൽ 200 അടിക്ക് വെള്ളം കിട്ടുമെന്ന് ഒരു സ്ഥാനക്കാരൻ ഉറപ്പ് പറഞ്ഞതനുസരിച്ച് ഒരു കുഴൽ കിണർ അടിക്കുകയും 305 അടി വരെ അടിച്ചിട്ടും ഒരു തുള്ളി വെള്ളം പോലും എനിക്ക് കിട്ടുകയും ചെയ്തില്ല. മെയ് മാസത്തിലെ നൈറ്റ് വിജിൽ പ്രാർത്ഥനാ സഹായത്തിനായി ഞാൻ എഴുതുകയും അതോടൊപ്പം തന്നെ അന്ന് വീട്ടിൽ TV-യുടെ മുൻപിലിരുന്ന് ഞങ്ങൾ എല്ലാവരും കൂടി പ്രാർത്ഥിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം തന്നെ 120 അടിയോളം വെള്ളം കുഴൽ കിണറിൽ വന്നു. ഇപ്പോൾ ഞങ്ങളുടെ കിണർ നിറഞ്ഞു നിൽക്കുന്നു. നൈറ്റ് വിജിൽ പ്രാർത്ഥനയിലൂടെ അത്ഭുതകരമായി ഞങ്ങൾക്ക് വെള്ളം നൽകി, ആവശ്യത്തിന് ജലം നൽകി ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ച സർവശക്തനായ ദൈവത്തിന് കോടാനുകോടി നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളടിച്ച് പാടാം. ഹല്ലേലൂയ, ജീവനോടെ ജീവനോടെ മരുഭൂമി തന്നിൽ മന്ന ഒരുക്കി, മേഘസ്തംഭത്താലെ തണലൊരുക്കി. മരുഭൂമി തന്നിൽ മന്ന ഒരുക്കി, മേഘസ്തംഭത്താലെ തണലൊരുക്കി. വെളിച്ചത്തിനായി അഗ്നിസ്തംഭമേകി, ഇരവിലും നമ്മെ വഴി നടത്തി. യഹോവായിരേ, 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 ആമേൻ. യഹോവായിരേ, 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 ആമേൻ. യഹോവായിരേ. പ്രിയപ്പെട്ടവരെ, പത്രോസ്ലീഹായുടെ ലേഖനം 1-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു: ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ഒരു പരാതിയാണ്, അല്ലെങ്കിൽ ഒരു വേദനയാണ്. കർത്താവ്, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ തത്സമയം തന്നെ എനിക്ക് മറുപടി തന്നില്ല എന്ന്. എന്നാൽ നിരന്തരമായ നമ്മുടെ പ്രാർത്ഥന, അതിലൂടെ കർത്താവ് നമുക്ക് ഉത്തരം നൽകും. തക്ക സമയത്ത് ഇടപെടുന്നവനാണ് നമ്മുടെ ദൈവമെന്ന് ഈ അടുത്ത സാക്ഷ്യത്തിലൂടെ അവിടുന്ന് നമുക്ക് വെളിപ്പെടുത്തി നൽകുകയാണ്. ഇത് എഴുതിയിരിക്കുന്നത് വത്സല എന്ന സഹോദരി പാലക്കാട് നിന്നാണ്. ഷാലോം ചാനലിലെ ആദ്യ വെള്ളിയാഴ്ചയിലെ നൈറ്റ് വിജിൽ പ്രാർത്ഥനയിൽ 6 മാസം ഞാൻ തുടർച്ചയായി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി 10 വർഷമായിട്ട് വിൽക്കുവാൻ കഴിയാതെ മുടങ്ങിക്കിടന്നിരുന്ന ഞങ്ങളുടെ സ്ഥലം വിൽപ്പന അത്ഭുതകരമായിട്ട് നടന്നു. കൂടാതെ 10 വർഷത്തോളമായി ഞങ്ങളൊരു ഭവനം പണി ആരംഭിച്ചിട്ട്, എന്നാൽ യാതൊരു വിധത്തിലും അത് പൂർത്തിയാക്കുവാൻ സാധിക്കാതെ ഞങ്ങൾ വിഷമിക്കുകയായിരുന്നു. ഈ നാളുകളിൽ അത് പൂർത്തിയാക്കുവാനായിട്ട് ദൈവം ഞങ്ങൾക്ക് കൃപ നൽകി. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ മകളുടെ വിവാഹവും ഈ നാളുകളിൽ നല്ല രീതിയിൽ നടത്തി തന്നു ഞങ്ങളുടെ ദൈവം. പ്രാർത്ഥനയിലൂടെ ഇത്രയും കാര്യങ്ങൾ സാധിച്ചു തന്നതിൽ യേശുവിനോട് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. തക്ക സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന കർത്താവ്, തക്ക സമയത്ത് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്ന കർത്താവിനെ കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി, നന്ദിയോടെ ആരാധിച്ച് പാടി അവിടുത്തേക്ക് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, കരങ്ങളെ അടിച്ച് ജീവനോടെ, തളർന്നു പോകരുത്. ജീവനോടെ അടുത്തിരിക്കുന്ന നാളെ നോക്കി ചിരിച്ചുകൊണ്ടെന്ന് കൈയടിച്ച് എല്ലാവരും ഒന്ന് ജീവനോടെ. അബ്രാമിന് ദൈവം വാഗ്ദാനം നൽകുമ്പോൾ
കൺമുൻപിൽ ശൂന്യതയായിരുന്നു. അബ്രാമിന് ദൈവം വാഗ്ദാനം നൽകുമ്പോൾ കൺമുൻപിൽ ശൂന്യതയായിരുന്നു. എങ്കിലും അവൻ തന്നിൽ വിശ്വസിച്ചല്ലോ, ആ വിശ്വാസം നീതിയാൽ എണിക്കപ്പെട്ടു. വിശ്വാസത്തോടെ പാടാം. എങ്കിലും അവൻ തന്നിൽ വിശ്വസിച്ചല്ലോ, ആ വിശ്വാസം അക്കരങ്ങളെ ഉയർത്തിക്കൊണ്ട് ആമേൻ. യേശുവേ 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 നീ മാത്രം ഞങ്ങളുടെ രക്ഷകൻ. യേശുവേ യേശുവേ നീ മാത്രം ഞങ്ങളുടെ രക്ഷകൻ. പ്രിയപ്പെട്ടവരെ, ഒരു അമ്മയുടെ പ്രാർത്ഥനയിലൂടെ മകൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ച വലിയൊരു അത്ഭുത സാക്ഷ്യമാണ് ആ അമ്മ നമ്മുടെ മുൻപിൽ പങ്കുവയ്ക്കുന്നത്. തുറവൂരിൽ നിന്നും ലയ എന്ന സഹോദരിയാണ് ഈ സാക്ഷ്യം എഴുതിയിരിക്കുന്നത്. എൻ്റെ മകൻ സജിക്ക് കർത്താവ് നൽകിയ വലിയ അനുഗ്രഹത്തിന് കോടാനുകോടി കൃതജ്ഞത അർപ്പിക്കുന്നു. സജി UK-യിലാണ്. ജൂൺ മാസം 6-ാം തീയതി അവൻ്റെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടു. അതോടെ ഉണ്ടായിരുന്ന ജോലിയും നഷ്ടമായി. സ്റ്റുഡൻറ്റ് വിസയിലാണ് അവൻ UK-യിൽ പോയത്. 3.5 വർഷത്തെ വിസയായിരുന്നു. എന്നാൽ പാസ്പോർട്ട് നഷ്ടപ്പെട്ടതിന് ശേഷം അവിടെ ഒരു കാര്യവും നടക്കില്ല എന്ന് പറഞ്ഞു. എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥ, ആരും സഹായിക്കുവാനില്ലാത്ത അവസ്ഥ. ഉടൻ തന്നെ നാട്ടിലേക്ക് തിരിച്ചു പോരേണ്ടി വരുമെന്ന് എല്ലാവരും പറഞ്ഞു. അപ്പോൾ ഞാൻ, അതായത് അവൻ്റെ അമ്മ, ശാലോം നൈറ്റ് വിജിലിലെ സഹോദരങ്ങളോട് പ്രാർത്ഥനാ സഹായം ഫോണിലൂടെയും കത്തിലൂടെയും ആവശ്യപ്പെട്ടു. അവർ എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് മറുപടിയും അയച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, കിട്ടാൻ സാധ്യത വളരെ കുറവാണ് എന്ന് എല്ലാവരും പറഞ്ഞ ഈ പാസ്പോർട്ട് നഷ്ടപ്പെട്ടതിൻ്റെ 17-ാമത്തെ ദിവസം പാസ്പോർട്ട് തിരിച്ചു കിട്ടിയതായി ഏജൻസിയിൽ നിന്നും മകനെ അറിയിച്ചു. ഇത്രയും വലിയ അനുഗ്രഹം എൻ്റെ മകന് നൽകിയ ദൈവത്തിന് ഞാൻ നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ. നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, കരങ്ങളടിച്ച് സന്തോഷത്തോടെ പാടി നമുക്ക് അവനെ ആരാധിക്കാം. ഹല്ലേലൂയ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 65:24 നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: വിളിക്കും മുൻപേ ഞാൻ ഉത്തരം അരുളും, പ്രാർത്ഥിച്ച് തീരും മുൻപേ ഞാനത് കേൾക്കും. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ വചനം നമുക്കൊന്ന് ഏറ്റുപറയാം. വിളിക്കും മുൻപേ ഞാൻ ഉത്തരം അരുളും, പ്രാർത്ഥിച്ച് തീരും മുൻപേ ഞാനത് കേൾക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ടോമി എന്ന സഹോദരൻ തൃശ്ശൂരിൽ നിന്ന് എഴുതിയ സാക്ഷ്യമാണ്. നമുക്കത് കേൾക്കാം. സ്നേഹമുള്ള ശാലോം ടീം അംഗങ്ങളെ, ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് കത്തെഴുതുന്നത്. എൻ്റെ പേര് ടോമി ജോസഫ്. ഞാൻ വിദേശത്ത് PhDക്ക് പോകുവാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നെ ഗൈഡ് ചെയ്യുന്ന ഏജൻസി പറഞ്ഞു, എനിക്ക് PhDക്ക് ചേരണമെങ്കിൽ IELTS പരീക്ഷ
6.5 എങ്കിലും കിട്ടി പാസ്സാകണമെന്ന്. IELTS പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇനി വെറും 3 ആഴ്ച മാത്രമേ പരീക്ഷയ്ക്ക് ബാക്കിയുള്ളൂ. എനിക്ക് ആ നാളുകളിൽ തീരെ സുഖമില്ലാതിരുന്നതിനാൽ കാര്യമായിട്ട് ഒന്നും പഠിക്കാൻ സാധിച്ചില്ല. എനിക്ക് കിട്ടിയ പരീക്ഷാ തീയതി ജൂൺ 8 ആയിരുന്നു. പരീക്ഷയുടെ തലേ ദിവസം എനിക്കാകെ വിഷമമായി. പരീക്ഷാ ഭയം എന്നെ വല്ലാതെ അലട്ടി. കാരണം ഞാൻ തോൽക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എന്നാൽ അന്ന് ജൂൺ 7-ാം തീയതി ഷാലോം നൈറ്റ് വിജിലേക്ക് ഞാൻ വിളിച്ച് എൻ്റെ വിഷമം പറഞ്ഞു. ഫോൺ എടുത്ത വ്യക്തി ഇപ്രകാരം പറഞ്ഞു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മോന് വേണ്ട സ്കോർ കിട്ടാൻ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പരീക്ഷയ്ക്ക് പോവുക. ഈ വാക്കുകൾ കേട്ടപ്പോൾ തന്നെ എന്നിലേക്ക് ഭയങ്കര പ്രത്യാശ കടന്നു വന്നു. പിറ്റേ ദിവസം വലിയ ആത്മധൈര്യത്തോടെ തന്നെ ഞാൻ പോയി പരീക്ഷ എഴുതി. ഞാൻ എഴുതിയത് വെച്ചിട്ട് എനിക്ക് 6.5 പോയിട്ട് വെറും 5 പോലും കിട്ടുമെന്ന് പ്രതീക്ഷയില്ലായിരുന്നു. എന്നാൽ സർവശക്തനായ ഈശോ എനിക്ക് അത്ഭുതകരമായ വിജയം നൽകി. റിസൾട്ട് വന്നപ്പോൾ എൻ്റെ സ്കോർ 7 ആയിരുന്നു. ഇത് ദൈവം തന്ന വിജയമാണെന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. സർവശക്തനായ ദൈവത്തിന് 1000 നന്ദി കരേറ്റുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വിളിക്കും മുൻപേ ഞാൻ അവർക്ക് ഉത്തരമരുളും, പ്രാർത്ഥിച്ചു തീരും മുൻപേ ഞാനത് കേൾക്കും. വിശ്വാസത്തോടെ പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കുന്ന കർത്താവിനെ കരങ്ങൾ ഉയർത്തി കരങ്ങൾ അടിച്ച് സന്തോഷത്തോടെ പാടി സ്തുതിക്കാം. അത്യുന്നതനാം ദേവ നിന്നാമമെത്ര വന്ദനീയമേ. ഹല്ലേലൂയ. നന്ദി നന്ദി നാഥ അത്യുന്നതനാം ദേവ നിന്നാമമെത്ര വന്ദനീയമേ. എന്നും സ്തുതിച്ചിടുവാൻ, എന്നും പുകഴ്ത്തിയിടുവാൻ, എന്നും പാടിയിടുവാൻ നീ യോഗ്യനേ. എന്നും സ്തുതിച്ചിടുവാൻ, എന്നും പുകഴ്ത്തിയിടുവാൻ, എന്നും പാടിയിടുവാൻ നീ യോഗ്യനേ. ഓ നന്ദി നന്ദി നാഥ അത്യുന്നതനാം ദേവ നിന്നാമമെത്ര വന്ദനീയമേ. ഹല്ലേലൂയ. നന്ദി നന്ദി നാഥ അത്യുന്നതനാം ദേവ നിന്നാമമെത്ര വന്ദനീയമേ. പ്രിയപ്പെട്ടവരെ, ദിവ്യ രഞ്ജിത്ത് എന്ന സഹോദരി കൊച്ചിയിൽ നിന്നും എഴുതിയ ഒരു സാക്ഷ്യമാണ് അടുത്തത്. എൻ്റെ പേര് ദിവ്യ രഞ്ജിത്ത്. വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷമായിട്ടും കുട്ടികളില്ലായിരുന്നു. 2 പ്രാവശ്യം ട്യൂബൽ പ്രഗ്നൻസി മൂലം പെട്ടെന്ന് തന്നെ വലിയ ഓപ്പറേഷൻ നടത്തേണ്ടി വന്നു. വൈദ്യശാസ്ത്രം ഇനിയൊരു കുഞ്ഞുണ്ടാവുക അസാധ്യമാണ് എന്ന് എൻ്റെ മുൻപിൽ വിധി എഴുതി. എന്നാൽ ശാലോമിലേക്ക് എപ്പോഴും ഞാൻ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുമായിരുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, 2011 ഒരു പെൺകുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു. 2013 ഒരു ആൺകുഞ്ഞിനെയും നൽകി ദൈവം എന്നെ അനുഗ്രഹിച്ചു. ഞാനും എൻ്റെ കുടുംബവും ഇന്ന് ദൈവത്തിന് കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇവരുടെ കുടുംബ ഫോട്ടോ, കുഞ്ഞുങ്ങളോടൊപ്പമുള്ള ഫോട്ടോ നമ്മുടെ മുൻപിൽ അവർ അയച്ചു തന്നിട്ടുണ്ട്. വൈദ്യശാസ്ത്രം ഒരു കുഞ്ഞു പോലും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞ ഇവർക്ക് അത്ഭുതകരമായി ദൈവം 2 കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിച്ചു. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും നമുക്ക് കർത്താവിനെ പാടി ആരാധിക്കാം. ഹല്ലേലൂയ. കരഞ്ഞതു കേട്ടു, സാമുവേൽ ബാലനെ നൽകി. വിശ്വാസത്തോടെ ദാനിയേലിന്റെ ദൈവം സിംഹക്കൂട്ടിലിറങ്ങി.
കണ്ണുനീരോടെ ഒന്നും അസാധ്യമല്ല. വിശ്വാസത്തോടെ പാടാം. പ്രാർത്ഥിച്ചിടാം കണ്ണുനീരോടെ ഒന്നും അസാധ്യമല്ല. എല്ലാം എല്ലാം സാധ്യം. ശക്തിയോടെ എല്ലാം എല്ലാം സാധ്യം. വിശ്വാസത്തോടെ എല്ലാം എല്ലാം സാധ്യം. എല്ലാം എല്ലാം സാധ്യം. രോഗമോ ദുഃഖമോ കഷ്ടമോ നഷ്ടമോ വിടുതൽ നൽകിടും നാഥൻ. രോഗമോ ദുഃഖമോ കഷ്ടമോ നഷ്ടമോ വിടുതൽ നൽകിടും നാഥൻ. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിന്ന് നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. അതെ, ലോകത്തെ മുഴുവനും അനുഗ്രഹിക്കുന്ന ഈ രാത്രി, അനേക മക്കളെ അനുഗ്രഹിക്കുന്ന രാത്രി, നമ്മുടെ മുൻപിൽ നമ്മൾ വായിച്ചു കേട്ട സാക്ഷ്യങ്ങളിലൂടെ അതാണ് വ്യക്തമായത്. ഈ രാത്രിയിൽ തന്നെ, പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ തന്നെ ദൈവം അനുഗ്രഹിക്കുന്നു. ഷാലോം TV-യിൽ ഒരു പ്രോഗ്രാം, നൈറ്റ് വിജിൽ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, അതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അത്ഭുതകരമായിട്ട് ദൈവം ഇടപെടുന്നു. നമുക്ക് വിശ്വസിക്കാം പ്രിയപ്പെട്ടവരെ. നമുക്ക് ഒരിക്കൽ കൂടി നമ്മുടെ കരങ്ങളൊന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി നമ്മെ അനുഗ്രഹിക്കുന്നവനായ കർത്താവിനെ കണ്ടുകൊണ്ട് നമുക്ക് ഒരുമിച്ചൊന്ന് കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ശാലോം ശുശ്രൂഷ മുഴുവനും വലിയ സ്നേഹത്തോടെ നമ്മൾ ഒരുമിച്ച് ഈ രാത്രിയിൽ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, ലോകത്തിന് അനുഗ്രഹമായി, തിരുസഭയ്ക്ക് അനുഗ്രഹമായി കർത്താവ് ഉയർത്തിയ ഈ ശുശ്രൂഷ. നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് സ്നേഹിക്കാം കർത്താവിൻ്റെ മുൻപിൽ. ഈ ശുശ്രൂഷയെ ഇനിയും ദൈവം കൂടുതലായിട്ട് അഭിഷേകം ചെയ്യട്ടെ. ലോകത്തെ മുഴുവനും അനുഗ്രഹിക്കുവാനായിട്ട് ദൈവം ഈ ശുശ്രൂഷയിലൂടെ വീണ്ടും വീണ്ടും അനേക അത്ഭുതങ്ങൾ ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ നേരത്തെ കേട്ടു, പരിശുദ്ധനായവൻ നമ്മളെ അഭിഷേകം ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? വചനം നമുക്ക് ഓർക്കാം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അഭിഷേകം, കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന അഭിഷേകം, ഈ അഭിഷേകം ഈ രാത്രിയിൽ ശാലോമിന്റെ ശുശ്രൂഷകളിലേക്ക് ഒഴുകട്ടെ. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ വലതുകരം ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, കർത്താവേ, ശാലോം ശുശ്രൂഷകളെ അനുഗ്രഹിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ശാലോം ശുശ്രൂഷ അനുഗ്രഹിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ഈ രാത്രിയിൽ ശാലോമിന്റെ എല്ലാ ശുശ്രൂഷകളെയും തിരുസന്നിധിയിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തെ അനുഗ്രഹിക്കുന്ന അനേകരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്ന ഈ രാത്രിയിൽ ശാലോമിന്റെ എല്ലാ ശുശ്രൂഷകളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവായ ഈശോയെ, ശാലോം നേതൃത്വത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബെന്നി സാറിനെ അനുഗ്രഹിക്കണമേ. മാത്യു സാറിനെ അനുഗ്രഹിക്കണമേ. അവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ശാലോമിന്റെ എല്ലാ ശുശ്രൂഷകരെയും അവരുടെ കുടുംബങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ രാത്രിയിൽ അവിടുന്ന് ഓർക്കണമേ. കർത്താവായ ഈശോയെ, പ്രാർത്ഥനയിലൂടെയും സാമ്പത്തികമായും ശാലോം ശുശ്രൂഷയെ സഹായിക്കുന്ന എല്ലാ ജീവിതങ്ങൾക്ക് വേണ്ടിയും കുടുംബങ്ങൾക്ക് വേണ്ടിയും ഈ രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് ഏക മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിൽ നിന്നും കൃപയൊഴുക്കണമേ. കർത്താവേ, ശാലോമിന്റെ എല്ലാ ശുശ്രൂഷകളെയും തിന്മയുടെ എല്ലാ ആധിപത്യങ്ങളിൽ നിന്നും സ്വാധീനങ്ങളിൽ നിന്നും
കാത്തുകൊള്ളണമേ. തിരുരക്തത്താൽ കഴുകണമേ. കഴുകി വിശുദ്ധീകരിക്കണമേ. ലോകത്തിന് അനുഗ്രഹമാക്കണമേ. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. തിരുരക്തത്താൽ കഴുകണമേ കർത്താവേ. ശാലോം ശുശ്രൂഷകളെ കഴുകണമേ. ശക്തീകരിക്കണമേ. വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവിന്റെ തിരുരക്തം ശാലോമിൽ നിറയട്ടെ. യേശുവിന്റെ തിരുരക്തം ശാലോമിൽ നിറയട്ടെ. ആ രക്തം രക്തം യേശുവിൻ തിരുരക്തം പെരുമഴ പോൽ ശാലോമിൽ നിറയട്ടെ. ആ രക്തം രക്തം യേശുവിൻ തിരുരക്തം പെരുമഴ പോൽ ശാലോമിൽ നിറയട്ടെ. ആ രക്തം രക്തം യേശുവിൻ തിരുരക്തം പെരുമഴ പോൽ ശാലോമിൽ നിറയട്ടെ. പ്രിയപ്പെട്ടവരെ, വീണ്ടും നമുക്ക് ശാലോമിൻ്റെ എല്ലാ മിനിസ്ട്രികളെയും ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. പ്രസിദ്ധീകരണങ്ങളെ സമർപ്പിക്കാം. ശാലോം ടിവിയെ നമുക്ക് സമർപ്പിക്കാം. എല്ലാ ശുശ്രൂഷകളെയും സമർപ്പിച്ച് വീണ്ടും നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയേ, ശാലോമിന്റെ എല്ലാ പ്രസിദ്ധീകരണങ്ങളെയും ഈ രാത്രിയിൽ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശാലോം മാസികകളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. സൺഡേ ശാലോമിനെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവേ, എല്ലാ വായനക്കാരെയും ഏജന്റുമാരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവായ ഈശോയെ, സോഫിയ പബ്ലിക്കേഷന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അനേകം ഭാഷകളിലേക്ക് ശാലോം പ്രസിദ്ധീകരണങ്ങൾ ഇനിയും കടന്നു ചെല്ലുവാൻ അനുഗ്രഹം നൽകണമേ. കർത്താവായ ഈശോയെ, സമ്പൂർണ്ണ ശാലോം ഇടവകകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അമേരിക്കയിൽ നിന്നും ആരംഭിച്ചിരിക്കുന്ന ശാലോമിന്റെ എല്ലാ പ്രസിദ്ധീകരണങ്ങളെയും അനുഗ്രഹിക്കണമേ. കർത്താവായ ഈശോയെ, ശാലോം ടിവിക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രോഗ്രാമുകളെയും ഈ രാത്രിയിൽ അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവായ ഈശോയെ, ടിവിയുടെ മുൻപിലിരുന്ന് പ്രാർത്ഥിക്കുന്ന നൈറ്റ് വിജിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രേക്ഷകരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവായ ഈശോയെ, ശാലോം ടിവി വിതരണം ചെയ്യുന്ന എല്ലാ കേബിൾ ഓപ്പറേറ്റർമാരെയും സംവിധാനങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അമേരിക്കയിൽ നിന്നും ആരംഭിക്കുവാൻ പോകുന്ന ശാലോം വേൾഡ് എന്ന ഇംഗ്ലീഷ് ചാനലിനു വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വചനം ലോകത്തിന്റെ അറുതികളോളം എത്തുവാൻ ഈ ചാനലിനെ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ. ഈ നാളുകളിൽ അമേരിക്കയിൽ നടക്കുന്ന എല്ലാ ഫെസ്റ്റിവലുകളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അതിന് നേതൃത്വം കൊടുക്കുന്നവരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, യൂറോപ്പിലും ഓസ്ട്രേലിയയിലും ശാലോമിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കേണ്ട എല്ലാ ശുശ്രൂഷകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി ലോകം മുഴുവനും കർത്താവിന്റെ വചനം ശാലോം മിനിസ്ട്രിയിലൂടെ ശാലോം ടിവിയിലൂടെ കടന്നു ചെല്ലുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ചേർന്ന് പാടാം. കൈകളടിച്ച് എല്ലാവരും ജീവനോടെ. ശക്തിയോടെ കരങ്ങളടിച്ച് കണ്ണീരൊപ്പം ദൈവവേലകൾ നൽകിയിടണമേ നാഥാ. വിടുതൽ നൽകും ശുശ്രൂഷകളെ നൽകിയിടണമേ ഈശോ. കണ്ണീരൊപ്പം ദൈവവേലകൾ നൽകിയിടണമേ നാഥാ. വിടുതൽ നൽകും ശുശ്രൂഷകളെ നൽകിയിടണമേ ദാഹത്തോടെ പാടാം, ദാഹത്തോടെ. ഈശോയേ കനിയണമേ, ഈശോയേ കനിയണമേ. എല്ലാ രാജ്യങ്ങളുടെ മേൽ ഈശോയേ കനിയണമേ, ഈശോയേ. എല്ലാ ഭാഷക്കാരുടെ മേൽ ഈശോയേ കനിയണമേ, ഈശോയേ കനിയണമേ. ഒരിക്കൽ കൂടി പാടാം. ഈശോയേ കനിയണമേ, ഈശോയേ കനിയണമേ. ദൈവമായ കർത്താവിൻ്റെ ശക്തമായ പ്രവൃത്തികളുടെ സാക്ഷ്യമായി ഞാൻ വരും. ഞാൻ അങ്ങയുടെ മാത്രം നീതിയെ പ്രകീർത്തിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Praise the Lord.